ഹായ്, ഞാൻ ഇവിടെ എത്തിട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് വെളിച്ചമൊക്കെ കുറവാട്ടോ, അതാണ് പ്രശ്നം. പിന്നെ ഇവിടുത്തെ ട്യൂബ് ഇട്ടാൽ ഒരു സുഖം ഉണ്ടാവില്ല, അതാ പിന്നെ ഇങ്ങനെ തന്നെ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അതാ പണികളൊക്കെ തുടങ്ങട്ടെ. ഇപ്പം ഇന്നും പ്രിന്റിങ് തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ പ്രിന്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിക്ക്. ഓനവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ ചെയ്ത് വെച്ച സാധനങ്ങൾ ഇന്നിപ്പോൾ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. കാരണം കുറച്ച് നേരത്തെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നേരത്തെ അവിടെ പാക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ പ്രിന്റ് എടുത്തിട്ട് ഓനടുത്ത് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് പോവാട്ടോ ചെയ്യുന്നത്. അപ്പം ഓനവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രിന്റ് ചെയ്യട്ടെ. പിന്നെ ഇതാ ഈ വോളിൽ വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. കാരണം മഴ അടുപ്പിച്ച് പെയ്യുമ്പോഴാണ് അത് അറിയാം. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വെള്ളം വരുന്ന പോലെ. അപ്പോൾ ഇനിയും നല്ല മഴ പെയ്തിട്ട് വെള്ളം അങ്ങനെ ഒലിച്ച് വരികയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ വലിയ വെള്ളമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ പെയിന്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നോക്കണം. ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പെയിന്റ് ചെയ്യാണ്ടിട്ട്. കാരണം മഴ പെയ്തിട്ട് വെള്ളം വരികയാണെങ്കിൽ പിന്നെ നമ്മൾ പെയിന്റ് ചെയ്യൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അത് നോക്കുകയാണ്. നല്ല മഴ പെയ്യുമ്പോൾ അറിയാം. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ലൈൻസ് വന്നു കേട്ടോ. അതിലിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെയൊക്കെ ലൈൻസ് ഉണ്ട്. ക്യാമറയിൽ കൂടെ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ലൈൻസ് ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക നന്നാക്കിയെടുത്ത പ്രിന്ററിലാണ് ഈ ഒരു പ്രശ്നം വന്നത്, ലൈൻസിൻ്റെ ഇഷ്യൂ വന്നത്. അതുകൊണ്ട് ഇനിയും ഇപ്പോൾ ഹെഡൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയും പ്രിന്റ് ചെയ്യണം. ഇനിയിപ്പോൾ അവിടെ നന്നാക്കാൻ വിളിച്ചാൽ അവിടെ എന്തായാലും എത്തില്ല. കാരണം നമ്മൾ മറ്റേ പ്രിന്റർ ഇതുവരെ റെഡി ആക്കിയില്ല, ഇതുവരെ വന്നിട്ടില്ല. വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇനിയിപ്പോൾ പിന്നെ നമ്മളൊന്ന് വിളിച്ച് ഇതാക്കിയാലായിരിക്കും ഒരു വരിക. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലമുള്ള ആ പ്രിന്ററിൽ തന്നെ നമ്മൾ ഹെഡ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഹെഡ് ക്ലീൻ ചെയ്യുക പറഞ്ഞാൽ മെയിനായിട്ട് ഇഷ്യൂ പറഞ്ഞാൽ ഇങ്ക് ഇങ്ങനെ പോകും. അതായത് നമ്മളിങ്ങനെ ഹെഡ് ക്ലീൻ ചെയ്യുന്നതനുസരിച്ച് അത്രയും ഇങ്ക് നമുക്കിങ്ങനെ നഷ്ടമായി പോകും. ഇങ്കിനാണ് റേറ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ തന്നെ 700 ആണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കുക, അതായത് നമ്മൾ സാധാരണ ഫോട്ടോസ് അടിക്കുമ്പോൾ ഇങ്ക് അത്യാവശ്യം വേണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടി വരുമ്പം ഇങ്ങനെ പോവും. അതാണ് വേറൊരു ബുദ്ധിമുട്ട്. ചായ കുടിച്ചു വരാം. നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഏകദേശം സമയം രണ്ടും കൂടെ ഒരുമിച്ചാക്കാൻ വിചാരിച്ച്. പിന്നെ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിന്. അപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചു തരാം. പൊടിയുന്നുണ്ട്. അതെ, മഴ ചെയ്താൽ പിന്നെ ഇവിടെയൊക്കെ വെള്ളമാവുന്നില്ല. ഫുഡ് ഞാൻ ഇവിടെ വന്നപ്പോ ചോറ് തിന്നണോന്നാണ്. ചോറ് നല്ല സമയക്കായില്ല. അപ്പൊ ലാസ്റ്റ് പൊറാട്ടയിൽ ഫിക്സ് ചെയ്ത് ചോറ് തിന്നാൻ വിചാരിച്ചിനി. പിന്നെ ചോറ് തിന്നാനുള്ള സമയം ആയിട്ടില്ല കേട്ടോ. നമുക്ക് ചോറ് തിന്നാനുള്ള സമയമായിട്ടില്ല, അതാണ്. പൊറാട്ട അവിടുത്തെ അടിപൊളിയാണ്. പൊറാട്ടയും ബീഫും നല്ല ബീഫ് ചില്ലി അടിപൊളി സാധനം. നല്ല പൊറാട്ടയും ബീഫ് സാധനം. ഒരു ചെമ്മീൻ ഫ്രൈ കൂടി പറഞ്ഞോ. ഒന്നും നോക്കില്ല. എന്താ വെച്ചാൽ ഇവിടുത്തെ ഫുഡ് ഇത് മാത്രമല്ല, അപ്പൊ നല്ല ഫുഡ് കഴിക്കാൻ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടോ. പുറത്ത് വെച്ച് നല്ല മഴയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് അവളെ ഓഫീസിൽ വരുന്നത്. പക്ഷെ മഴത്ത് പോകാൻ പറ്റല്ലോ. നമ്മള് കയ്യെ വരുമ്പോഴത്തെ മഴ ചോർന്ന് വിചാരിക്കും. വീണ്ടും ഈ മൈക്കിനെ കിട്ടിട്ടോ. ഈ മൈക്കിന്റെ അതായത് ഈ ഫോണിൽ കുത്തുന്ന ഒരു സാധനം മിസ്സിങ് ആയിരുന്നു. എവിടെയാണെന്ന് കാണുന്നില്ല. അപ്പൊ അത് തപ്പി കണ്ടുപിടിച്ച്. മറ്റേ മൈക്കിന് തീരെ സൗണ്ട് ഇല്ല. ഞാൻ കുറച്ച് സാധനമൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടോ. പക്ഷെ ഒന്നും അത് കേൾക്കുന്നില്ല. പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു വൈബില്ല. അപ്പൊ ഞാനത് ഒഴിവാക്കി ഇതന്നെ ആക്കി. പ്രിന്റിങ് ഇതാ കഴിഞ്ഞില്ല, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ അവിടെ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അത് ഫ്രെയിം ആക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊരു കസ്റ്റമർ തന്ന ഓർഡർ ബോഗ് ചെയ്യാൻ വേണ്ടി, ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ ഗിഫ്റ്റ് റാപ്പ് അങ്ങനെ ചെയ്യലില്ല, പക്ഷെ എക്സ്ട്രാ പൈസ വരുമ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഒന്നാമത് ഇതിന്റെ ഇടയിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് മേഡ് ചെയ്യാത്തത്. പണ്ടെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നത് ഗിഫ്റ്റ് റാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെ അതിനുള്ള ടൈം ഉണ്ടാവില്ല. എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ ഇത് എന്താ ഡിസ്പാച്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനും കൂടി പറ്റില്ല. ഇതൊക്കെ ഇപ്പം ചെയ്ത് ഓർഡേഴ്സ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ചെയ്ത്. കുറച്ചൊന്നും റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ളതാണ്. ഇവിടെ കുറച്ചുണ്ട്. എല്ലാം 3 സെറ്റുള്ള കോംബോ സെറ്റാണ്. സ്ക്രീൻ്റെ ഇതൊക്കെ 3 സൈസ്. ഇതിപ്പോൾ പാക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഇതേമാതിരി കണ്ണൂരേക്കുള്ളൊരു ഓർഡർ ഗിഫ്റ്റ് ഐറ്റമാണ്. ഇത് പിന്നെ ഗിഫ്റ്റ് റാപ്പ് ഞാൻ പറഞ്ഞില്ല, നാളെ തണ്ടതാണ്. അപ്പോൾ DTDC വെച്ചാൽ നാളെ എത്തും. പുറത്ത് ലൈറ്റ് നോക്കി. പുറത്ത് മഴയില്ല, അതുകൊണ്ട് വലിയ സീനില്ല. വേഗം പോയി ഡിസ്പാച്ച് ചെയ്യാം. മഴൻ്റെ ഇപ്പോൾ കഴിഞ്ഞതാണ്. ഡിസ്പാച്ച് ചെയ്തിട്ട് വരാം. അത് വേഗം പാക്ക് ചെയ്തോളാം.
ലൈറ്റിൻ്റെ ഈ സെറ്റപ്പ് ഒന്ന് മാറുന്നത് ഇടയ്ക്കിടയ്ക്ക് മിന്നി കളി അപ്പോൾ സെലോട്ടൊക്കെ കിട്ടി നേരത്തെ ഒട്ടിച്ചോ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ് നാളെ ഇതൊക്കെ ഞാൻ തന്നെ വയർ ചെയ്ത കേട്ടോ ഈ ഫുള്ള് സാധനം ഒക്കെ വയറുണ്ട് എന്താ അഭിപ്രായം കൂലില്ലാത്ത ബംഗാളി അറിയും കൂലില്ലാത്ത ബംഗാളി വൃത്തിയൊക്കെ പറഞ്ഞാൽ അത് വൃത്തിയാക്കും മോള് വയറിങ് ചെയ്യാൻ പറഞ്ഞാൽ വയറിങ് ചെയ്യും പണി ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ പണിയും ചെയ്യും ഇത്രയുള്ള ഈ ഊട്ടിന്ന് വന്നാ കോളറൊക്കെ എന്തെങ്കിലും കറക്റ്റ് ഊട്ടിക്കാരുടെ ഡ്രസ്സ് വരുന്നുണ്ട് കോളർ നല്ലപോലെ കുറച്ച് ബാക്കോട്ടേക്ക് കോളർ നല്ലപോലെ ഉണ്ട് കറക്റ്റ് ഊട്ടി വന്ന കുറച്ച് ക്യാരറ്റ് അടിച്ചായിരുന്നോ ക്യാരറ്റ് ഒക്കെ വന്ന ആൾക്കാരായിരുന്നു ഊട്ടിത്തെ അല്ലാണ്ട് കുഴപ്പമില്ല ടോട്ടൽ നോക്കുമ്പോൾ പ്രശ്നമില്ല അല്ലാണ്ട് നോക്കുമ്പോ പ്രശ്നമില്ല ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കുമ്പോഴേ പ്രശ്നം വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കണ്ടുപിടുത്തട്ടോ ഇതൊന്ന് കണ്ണ് ഇതായിട്ടായിരിക്കും എന്റെ മുഖത്തൊരു രസമില്ലാത്തത് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോൾ തെർമോക്കോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പാക്ക് ചെയ്യാനുള്ളത് പാക്കിലവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് തെർമോക്കോൾ റെഡിയായി. ഇനി ഇവിടെ എന്താ പണി ഉണ്ടോ ഇനി പാക്ക് ചെയ്ത് മറന്നിരുന്നു ഈ സൈഡ് മാത്രമേ പ്രശ്നമുള്ളൂ തോന്നുന്നു. ഇവിടെ അതാ ക്ലീൻ ചെയ്തിട്ടോ ആ ക്ലീൻ ചെയ്യുന്ന ആൾ വന്ന് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത്. പക്ഷെ ഇപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കണ്ടോ ഈ ഒരു വെള്ളം ഇത് അതെ ഇപ്പോൾ ഇവിടെ ഈ സാധനം കൊണ്ട് ഇപ്പോൾ വൈക്കിൽച്ച് ഇവിടെ വീയനി സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ മഴവെള്ളം അങ്ങോട്ട് വരും. ഇത് അവിടെ ഫുള്ള് ഇങ്ങനെ മഴവെള്ളമായി കിടക്കും. ഇതിപ്പോൾ മഴ ചോർന്നുകൊണ്ടാണ് ഇത്രയും ഉള്ളത് ബാക്കി നല്ലോണം ഉണ്ടാവുന്നുണ്ടായിരുന്നു മഴ പെയ്യുകയാണെങ്കിൽ. അപ്പം അതെ ഇങ്ങനെ വൈറ്റ് ടൈൽസ് ഈ കളറായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കൂല. അപ്പോൾ അതാണ് എന്നാൽ പോയി ഡിസ്പാച്ച് ചെയ്ത് വരാം. മഴ പെയ്താൽ പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ കേട്ടോ വെള്ളം ഉണ്ടാവും. ഈ ഒരു കനാല് പോലത്തെ അതിൽ ഉണ്ടാവും ഫുള്ള് വെള്ളമാണ്. കുറച്ചുകൂടെ മഴ ഗ്യാപ്പ് ഇടാണ്ട് പെയ്യുകയാണെങ്കിൽ ഈ റോഡിലൊക്കെ വെള്ളമായിരിക്കും. ഓവ് നിറഞ്ഞിട്ട് ഫുള്ള് വെള്ളമായി കിടക്കും. അപ്പം മഴ ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിട്ടോ. പിന്നെ ഇതാ ഒരു വവ്വാൽ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് വരിക കേട്ടോ. മഴ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അതുകൊണ്ട് നനഞ്ഞില്ല അതുകൊണ്ട് സാധനമൊക്കെ വാങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഡിസ്പാച്ച് ചെയ്ത് ഇവിടെ എത്തിട്ടോ. അന്നേരത്തെ സാധനം ഡിസ്പാച്ച് ചെയ്യാന്നുള്ളതിന് പറഞ്ഞാൽ സാധനം വാങ്ങി കേട്ടോ പറഞ്ഞത് എന്തോ ഒരു ഇതിലങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഡിസ്പാച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പം ഇന്നത്തെ പരിപാടി അതൊക്കെയാണ് കേട്ടോ. ഇന്നും ഫുള്ള് മഴയൊക്കെ ആയിട്ടൊരിതാണ്. മഴേൻ്റെ ഗ്യാപ്പ് ഇട്ടപ്പോൾ നോക്കി ഇങ്ങനെ പുറത്തിറങ്ങിയാണ്. അതായത് എനിക്ക് പോകാനുള്ള സമയം ഇപ്പം അധികം മഴയില്ല അതുകൊണ്ട് ഇപ്പോൾ പോകാൻ വിചാരിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നാളെ 6 മണിക്കാണ്. ഇവിടെയൊക്കെ ഫുള്ള് റോഡിൽ വെള്ളം കേട്ടോ. ഇതിപ്പോൾ മഴ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ്. ഗ്യാപ്പ് ഇല്ലാണ്ട് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റോഡൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിലാവും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാണ് കേട്ടോ. ഇതുണ്ട് ഈ ഒരു ചെറിയ കനാല് പോലത്തെ സാധനമാണ് അതിൽ ഫുള്ള് വെള്ളമാണ്. അതിങ്ങനെ നല്ല മഴ നിർത്താതെ വേണം ഫുള്ള് നിറഞ്ഞ് പിന്നെ വണ്ടിയൊക്കെ പോകാൻ ടാസ്ക് ആവും. പിന്നെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഡിസ്പാച്ച് ചെയ്യാൻ പോകാൻ വിചാരിച്ച്. മഴക്കാറുണ്ട് കേട്ടോ. അതാ ഇതിൽ കൂടെ ഒരു വവ്വാൽ പറഞ്ഞുകൊണ്ട് കേട്ടോ. ഒന്നല്ല കുറേ എണ്ണം